നമുക്ക് സ്ഥിരം എക്സാമിന് ഈ ഒരു പാറ്റേണിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അതായത് ഒരു സെന്റൻസ് തരും, അതിന്റെ കോഡ് ഉണ്ടാവും, വീണ്ടും കുറച്ച് സെന്റൻസ് തരും, ഇവർ തമ്മിൽ കമ്പാരിസൺ നടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ കോഡും കണ്ടെത്തും. അപ്പൊ നിങ്ങൾ നോക്കൂ, മാക്സിമം ഡോളർ ഇൻ മാർക്കറ്റ്, അതുപോലെ ഷെയർ ഇൻ മാർക്കറ്റ്. ഇവിടെ രണ്ടിലും ഇൻ മാർക്കറ്റും എന്തുണ്ട്, കോമൺ ആയിട്ടുണ്ട്. അപ്പൊ കോമൺ ആയിട്ട് ഒരു കോഡ് ഉണ്ടോ, PI ഇവിടെ ഉണ്ട്, അതുപോലെ TO ഉണ്ട്. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ മൊത്തം നോക്കുമ്പോൾ ഇവിടെ മാർക്കറ്റ് ഉണ്ട്, ഇവിടെ മാർക്കറ്റ് ഉണ്ട്, ഇവിടെയും മാർക്കറ്റ് ഉണ്ട് അല്ലേ. അപ്പോ അതിന് അതേപോലെ കറസ്പോണ്ട് ആയിട്ട് കോഡ് എന്തൊക്കെ ഉണ്ട്, ഇവിടെ TO ഉണ്ട്, ഇവിടെ TOPI ഉണ്ട്, ഇവിടെ എന്തുണ്ട്, PI ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് മൂന്നിലും കോമൺ ആയിട്ട് വരുന്ന കോഡ് ഏതാണ്, PI ആണ്. അപ്പൊ മാർക്കറ്റിന്റെ കോഡ് എന്തായിരിക്കും, PI ആയിരിക്കും. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാർക്കറ്റിന് 1 എന്ന് കൊടുത്തു, എല്ലായിടത്തും 1 എന്ന് കൊടുത്തു, അതുപോലെ PIക്ക് എന്ത് കൊടുത്തു, 1 എന്ന് കൊടുത്തു. അപ്പൊ നമുക്ക് മനസ്സിലായി 1 എന്ന് നമ്പർ ഇട്ടാൽ എന്താണ്, PI ആണ്, PIന്റെ കോഡ് എന്താണ്, മാർക്കറ്റ് ആണ്. ഇനി ഇന്ന് നോക്കൂ, ഇവിടെ ഇന്നുണ്ട്, ഇവിടെയും ഇന്നുണ്ട്, വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഇന്നുണ്ടോ, ഇല്ല. അപ്പൊ എന്തായിരിക്കും കോഡ്, ഇവിടെയും TO ഉണ്ട്, ഇവിടെയും TO ഉണ്ട്. അപ്പൊ ഞാൻ ഇന്നിന് 2 എന്ന് കൊടുത്തു, ഇവിടെയും 2 എന്ന് കൊടുത്തു, TOക്ക് ഞാൻ 2 കൊടുത്തു, ഇവിടെയും എന്ത് കൊടുത്തു, 2 എന്ന് കൊടുത്തു. നമുക്ക് കിട്ടിയതെല്ലാം നമ്മൾ എന്ത് ചെയ്തു, റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത കമ്പയർ നോക്കൂ, ഇത് ഷെയർ ലെസ് മേക്കിംഗ് മാക്സിമം ലെസ് നൗ. അപ്പൊ നമുക്ക് ഇവിടെ ലെസ് ഉണ്ട്, ഇവിടെയും എന്തുണ്ട്, ലെസ് ഉണ്ട്. രണ്ടിലും കോമൺ ആയിട്ട് കോഡ് എന്താ വരുന്നത്, J വരുന്നില്ലേ. അപ്പൊ J എന്തിന്റെ കോഡായിരിക്കും, ലെസ്സിന്റെ കോഡായിരിക്കും. ഞാൻ അതിന് 3 എന്ന് നമ്പർ ചെയ്തു. ഓക്കെ, ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 3. അടുത്തത് നൗ ദ ഗെയിൻസ്, നൗ ദ മാർക്കറ്റ് ഗെയിൻസിൽ മാർക്കറ്റ് കിട്ടി. നൗ ദ ഗെയിൻസ് നോക്കാം. ഇവിടെ ഏതെങ്കിലും കോമൺ ഉണ്ടോ, DO, YO, SU. ഇവിടെ എന്തുണ്ട്, SU, ZO, K ഉണ്ട്. രണ്ടിലും കോമൺ ആയിട്ടുള്ള വേർഡ് ഏതാ, നൗ അല്ലേ. അപ്പൊ നൗ ഇവിടെ ഉണ്ട്, ഇവിടെ എന്തുണ്ട്, നൗ ഉണ്ട്. കോഡ് എന്താ സെയിം ആയിട്ടുള്ളത്, SU ഉണ്ട്, ഇവിടെ എന്തുണ്ട്, SU ഉണ്ട്. അതിന് ഞാൻ 4 എന്ന് നമ്പർ ചെയ്തു, 4, 4, 4. ഇനി മാക്സിമം, ഇവിടെ മാക്സിമം ഉണ്ട്, ഇവിടെ മാക്സിമം ഉണ്ട്. രണ്ടിലും സെയിം കോഡ് എന്താ, ZO ഉണ്ട്. അപ്പൊ മാക്സിമം ഞാൻ റൗണ്ട് ചെയ്തു, ഇവിടെ ഞാൻ മാക്സിമം റൗണ്ട് ചെയ്തു, ഇവിടെ ZO നമ്പർ 5. അപ്പൊ നമുക്ക് 5 എന്താണ്, മാക്സിമം എന്ന് കിട്ടി. ഇനി വേറെ ഏതല്ലേ, ഇപ്പൊ ഓട്ടോമാറ്റിക്കലി 3 എണ്ണം കിട്ടി. അങ്ങനെ ഡോളറിന്റെ കോഡ് എന്തായിരിക്കും, AB ആയിരിക്കും. ഇനി ഷെയറിന്റെ കോഡ് എന്തായിരിക്കും, VO ആയിരിക്കും. മേക്കിങ്ങിന്റെ കോഡ് K ആയിരിക്കും. ഇനി ദായും ഗെയിൻസും രണ്ടും ഡിഫറെന്റ് കോഡാണ്. ഇതിൽ ഏതാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പൊ എന്താവും, ദാന്റെ കോഡ് എയ്തർ DO or YO ആയിരിക്കും, അല്ലെങ്കിൽ ഗെയിനിന്റെ കോഡും എയ്തർ DO or YO ആയിരിക്കും. അപ്പൊ ഓരോ കോഡും നമ്മൾ നോട്ട് ചെയ്തു, നമ്പർ ഇട്ടു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം.